ഗൈസ്, ഈ 3 പഴം വെച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. ഞാനല്ല, എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ 2 പഴം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിലേക്കായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് അരക്കപ്പ് തേങ്ങ, പിന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാരയും അതുപോലെ കാഷ്നട്ടും പിന്നെ കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കി കൊടുക്കണം. അധികമായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാണ് നിൽക്കേണ്ട. അപ്പോൾ എന്തോ ടേസ്റ്റ് വരും. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് മൈദയും അതുപോലെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇതുപോലെ നല്ലോണം സോഫ്റ്റാക്കി കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ തേങ്ങ ഫില്ലിങ് കൂടെ ഒന്ന് വെക്കാം കേട്ടോ. വരക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വരയണം. ഇനി നമുക്ക് ഈ ഒരു പൊടിനെ ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇതേപോലെ പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പഴത്തിന് ഫുള്ളാക്കി ഡ്രസ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫില്ലിങ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് മൊത്തം ഇങ്ങനെ പൊതിഞ്ഞെടുത്തതാട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി കൊടുത്ത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും വേഗം പോയി പയനിറച്ച ഉണ്ടാക്കിക്കോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പയനിറച്ച. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.